ഇതേ കട്ടിലിൽ ഇതേ വിരിവിരിച്ച് മുമ്പെങ്ങോ ഞാൻ കിടന്നിട്ടുണ്ടല്ലോ. അന്ന് എന്റെ കൂടെ ഒരു സുന്ദരി പെൺകുട്ടി ഉണ്ടായിരുന്നു. ആരായിരുന്നു അത്? അറിയില്ല. അറിയില്ല? എത്ര നാളായി മോളെ നിന്നെ എന്റെ കയ്യിലൊന്ന് കിട്ടിയിട്ട്. വേണ്ടുണ്ണേട്ടാ. എന്താ തുമ്പിയോ? ഓ അച്ഛന് വേണോ? അച്ഛന് വേണോ? വേണ്ട, അച്ഛന് വേറെ തുമ്പിയുണ്ട് ഇവിടെ. മോളും ചിന്നു ചേച്ചിയും കൂടി അടുക്കളയിൽ പോയി ഒരു കാര്യം ചെയ്യണം. എന്താ? അച്ഛമ്മയുടെ കൽഭരണി ശർക്കരയുണ്ട്. അതോരോ കഷ്ണം എടുത്ത് വായിലിട്ടിട്ട് ഉമ്മർത്തി എന്തിരുന്ന് കളിക്കണം. എന്നിട്ട് കുറച്ചു കഴിഞ്ഞ് അച്ഛമ്മന്ന് മാളൂട്ടേന്ന് വിളിക്കും. ഓടി വരണം. അച്ഛല്ലേ പതുക്കെ. ഇനി നിന്നെ വിടില്ല. കാപ്പി എടുത്തു വെച്ചിട്ട് നേരം എത്രയായി? വാ മോനെ, അമ്മയ്ക്ക് വിശക്കുന്നല്ലോ. പതിനാല് കരട്ടാ. അവിടെ ഇപ്പൊ ഇതൊരു ഫാഷനാ. വല്ലപ്പോഴും ചേഞ്ചിന് നിനക്ക് ഇവിടെ കിട്ടുന്നു തുടങ്ങാം. നിന്റെ നിറത്തിന് തിണങ്ങും. ഇതെങ്ങനെയുണ്ടമ്മേ? ഓ, എടുപ്പതുണ്ടല്ലോ ഇത്. തങ്കം വന്നോടാ? അല്ലല്ലോ, ഒരു നിറ വ്യത്യാസം. ഞാനൊന്ന് വെളിച്ചത്ത് കൊണ്ടുപോയി നോക്കട്ടെ. തങ്കം പോലൊക്കെ ഇരിക്കുന്നു. ഇത് കണ്ടോടെ വിലാസിനി? ഉണ്ണി എനിക്കായിട്ട് കൊണ്ടുവന്നതാ. 14 കാരറ്റേ ഉള്ളൂ എന്ന് വെച്ച് അവൻ കൊണ്ടുവരുമ്പോ അങ്ങനെ വല്ലോ നോക്കാനുണ്ടോ? നോട്ടേമ്മേ, നല്ല പാറ്റണാ. സാരല്ല, അമ്മ എടുത്തോട്ടെ. രൂപ കാണാനുണ്ടല്ലോ. ആ മടിയമ്മത്തായി എന്നെ പറ്റിച്ചത്. എന്താ? ഒരു വട്ടം കാണിച്ചു തരും. വാ. എന്താ കുഞ്ഞേ? അച്ഛമ്മ ഈ കുഞ്ഞിന്റെ ഒരു കാര്യം എന്താടി? ഇനി മാറിയിട്ടില്ല. ഞാനും പേടിച്ചു പോയി.
നേരത്തെ എഴുന്നേക്കേണ്ടതാ. നാളെ ശയനപ്രദക്ഷിണത്തിന് പോകുമ്പം അവന് നല്ല ശുദ്ധവും വൃത്തിയൊക്കെ വേണ്ടതാ. അതുകൊണ്ട് നീ മോളെ അവന്റെ കൂടെ കിടത്തിയേച്ചേ. നീ എന്റെ കൂടെ വന്ന് കിടന്നോ. നാരായണ, ഗുരുവായൂരപ്പാ, ഗുരുവായൂരപ്പാ, വന്ന് കിടക്കണ്ട രാജിയെ. കഥ അടയ്ക്കട്ടെ. എന്റെ നടുവിന് എന്തൊരു വേദനയാ. നാരായണ, നാരായണ. രാജിയെ. ഇന്ന് അച്ഛനും മോളും കൂടെ അങ്ങ് ഉറങ്ങിയാ മതി. ഓടും. ഗുരുവായൂരപ്പാ. സാരമില്ലമ്മേ, ദേവർക്ക് നമ്മുടെ വിഷമം മനസ്സിലാവും. ഞാനാ ഉണ്ണി. ഉണ്ണിയായിരുന്നോ? എന്താ പുറത്ത്? ഉറക്കം വന്നില്ല അപ്പച്ചമ്മ. രാഘവട്ടം ഉറങ്ങില്ലേ? ഉറങ്ങി ഉറക്കം സുഖമായിട്ട് ഉറങ്ങി. ഞാനേ ഒരു കഷായം കുടിക്കുന്നുണ്ട്. ഓ. ഈ മൂത്രത്തിലെ കല്ലില്ലേ, ഓ. അത് അലിയിച്ച് കളയാനുള്ളതാ. നാണുവൈദ്യരുടെ കുറിപ്പടിയാ, ബഹുകേമം. കേട്ടോ ഉണ്ണിയെ, ഈ കഷായത്തിന്റെ ഒരു പ്രത്യേകതയാ മൂത്രശങ്ക. രാത്രി ഒരു 3-4 തവണ ഒരു കുടം ഉണ്ടാവും പോവാൻ. ആ, ഔഷധ ഗുണമുള്ള മൂത്രമാ. കുളിമുറിയിൽ ഒഴിച്ചാൽ വെറുതെ പോവും. ഇവിടെ ആകുമ്പോ ഒരു വളവുമായി. എങ്ങനെ? ആ. ഇതങ്ങോട്ട് പോയി കഴിഞ്ഞാ പിന്നെ ഭയങ്കര ആശ്വാസം. ഇനിയിപ്പോ സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാലോ. അതല്ലേ പ്രശ്നം. ഇത് കഴിഞ്ഞാ പിന്നെ കൊറേ നേരം കാറ്റും കൊണ്ടിങ്ങനെ നടക്കണം. പിന്നെ വെളുപ്പാങ്കാലത്ത് എങ്ങാനും ഒരു ഉറക്കം കിട്ടിയെങ്കിലായി. ഏതായാലും ഉണ്ണിക്ക് ഉറക്കം വരുന്നില്ലല്ലോ. നമുക്ക് വല്ലതും പറഞ്ഞോണ്ടെങ്കിൽ നടക്കാം. ഞാനിപ്പോ ചെന്ന് ഉറങ്ങാനുള്ള ചില പരിപാടി. അതല്ലോ, അമേരിക്കയിൽ നിന്ന് വന്നിട്ട് നമുക്ക് സമാധാനമായിട്ടൊന്ന് കാണാനും പറ്റില്ല. ഞാനന്ന് തമാശക്ക് എടുത്തെങ്കിലും ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. റിലേഷൻസ് ഉണ്ട്. അവിടെങ്ങാനും കടന്നു കൂടിയാൽ വല്ല പണി ഒപ്പിക്കാവോ? എത്ര കാലമാണ് ഉറക്കം വരുന്നുണ്ട്. മാളൂട്ടി, ഈ മുൻമേശ കഥ അങ്ങ് അടച്ചേക്ക് കേട്ടോ. കുഞ്ഞു വരാം. നാരായണായ നമഃ. രാജി വാ, വാ. ഇവിടെ കയറി. നാരായണായ നമഃ. നോക്കി നിൽക്കാതെ അങ്ങോട്ട് കേറ്. നേരെ ഒരുപാടായി. മോനെ,
ഇവിടെ ആരും ഇല്ലേ? ഹേയ്, വീടൊക്കെ ഇങ്ങനെ മലക്കെ തുറന്നിട്ടിട്ട് അപ്പൊ ഇവിടെ ആരെങ്കിലും ഉണ്ടാവണല്ലോ. ഇതിപ്പോ വീട് വരെ പൊക്കിക്കൊണ്ടുപോയി ആരും അറിയില്ലല്ലോ. അയ്യേ, ഇത് ശരിയാവില്ല, ഇത് ശരിയാവില്ല. ആരാ? മൂത്തമ്മാൻ. മുത്തണ്ണനോ? ഇതും ശരിയാവില്ലല്ലോ. ആ, അച്ചമ്മ എവിടെ? വിളിക്കേ. അച്ഛമ്മേ. എന്തൊരു കഷ്ടമായിട്ട് ഈശ്വരാ, ഈ പിരിവുകാരെ കൊണ്ടു ശങ്കുമാനോ? എന്താ സംശയമുണ്ടോ? വേറെ ആരുടെങ്കിലും ചായ തോന്നുന്നുണ്ടോ? അല്ല, ഈ ഇലക്ഷൻകാർ വോട്ട് ചോദിക്കാൻ വരാറുണ്ടേ. പെട്ടെന്ന് കണ്ടപ്പോ ഒറ്റ ഞാനാടി സരസ്വതി. ശങ്കുമാൻ വന്നിരിക്കണോ? ആ ശങ്കുവപ്പയോ കാണാതായപ്പോ ഒരാളിനെ അങ്ങോട്ട് പറഞ്ഞയച്ചാലോ എന്ന് വിചാരിക്കായിരുന്നു ഞാൻ. അതൊക്കെ എത്തേണ്ട സമയത്ത് ഞാൻ എത്തില്ലേ എന്റെ പെങ്ങളെ. എന്താ സരസ്വതി നിനക്കൊരു ക്ഷീണം? ഓ, ഒന്നും പറയണ്ട എന്റെ ഓപ്പേ. എന്താ പറ്റിയേ? ഈയിടെയായിട്ട് ശ്വാസം ഉള്ളിലോട്ട് എടുക്കുമ്പോ വയറ് വന്ന് ഭമ്മന്നങ്ങ് വീർക്കും. പുറത്തേക്ക് വിടുമ്പം ചൂന്നങ്ങ് ചൊട്ടും. ഉവ്വോ. അകത്തേക്ക് എടുക്കുമ്പോ വീർക്കും, പുറത്തേക്ക് വിടുമ്പോ ചൊട്ടും. അതിപ്പോ എല്ലാവർക്കും അങ്ങനെ തന്നെയല്ലേ? അല്ല. ആ, ഈയിടെയായിട്ട് അപ്പച്ചിക്ക് പുതിയൊരു അസുഖം തുടങ്ങിയിട്ടുണ്ട്. അതെന്താ? ആ, എവിടെങ്കിലും ഇരുന്നാ പിന്നെ എഴുന്നേക്കാതെ ഒരടി നടക്കാൻ പറ്റില്ല. എങ്ങനെ എങ്ങനെ? എവിടെങ്കിലും ഇരുന്നാലേ പിന്നെ എഴുന്നേക്കാതെ ഒരടി നടക്കാൻ പറ്റില്ല. ഉവ്വോ. രാഘവ, ഓപ്പ ഇരുന്നാട്ടെ. ഉണ്ണി, ഒറ്റ തൊഴി. സൂപ്പിക്കല്ലേ സൂപ്പിക്കല്ലേ. നീ ഈയിടെയായിട്ടൊന്ന് കൊഴുത്തല്ലോടാ രാഘവ. ചുമ്മാ അല്ല, പണിയെടുത്തിട്ടാ. ആ, നിന്റെ പണിയൊക്കെ എനിക്കറിയാം. ശങ്കുമാനോ? ആ, ഉണ്ണി വന്നത് ഞാൻ അറിഞ്ഞു. അതിനൊരു കഥയുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. ശങ്കുമാൻ കുറച്ചാള് നാട്ടിലൊന്നും ഇല്ലായിരുന്നു ഉണ്ണിയെ. കാശി വരെ ഒന്ന് പോയി. ശങ്കുമാനെ കാശിക്ക് പോണ പ്രായൊക്കെ അയൊക്കെ എപ്പോഴേ കഴിഞ്ഞു. കാശിക്ക് പോയതേ ഭജനിരിക്കാനല്ല, പിന്നെന്തിനാണാവോ? 1 കിലോ ആപ്പിള് വാങ്ങാൻ. ഒന്ന് പോടാ അവിടുന്ന്. ബിസിനസിന്റെ ചില കാര്യങ്ങൾക്ക് വേണ്ടി പോയതാ. അതിനൊരു കഥയുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. ഒരാള് വന്നാ എന്താ വേണ്ടേന്ന് ചോദിക്കുക. ഇതൊക്കെ ഇനി നീ എന്നാടാ പഠിക്കരാകവാ? ഇപ്പൊ എന്താണാവോ വേണ്ടത്? സംഭാരം, ഇഞ്ചി, മുളക്, കറിവേപ്പിലൊക്കെ ഇട്ട് താൻ തന്നെ പോയി എടുത്തിട്ട് വാ. ജാനുവരത്തി ശങ്കുമാന് കുടിക്കാൻ കുറച്ച് സംഭാരം. ജോലിക്ക് ആളെ വെച്ചിട്ടുണ്ടേ. ഇവിടെ വരടോ. എന്റെ പെങ്ങളുടെ പുക കണ്ടേ ഇവിടുന്ന് പോവുള്ളൂ അല്ലേ? എന്താ പതിവില്ലാതെ അടുക്കളയിലൊക്കെ? ആഹാ, എന്റെ ചേച്ചിയുടെ കൈപ്പുണ്യെന്ന് പറഞ്ഞാ ഇതിലും കാണാനുണ്ട്. സുഖിപ്പിക്കല്ലേ കുട്ട, ഇതേ രാജി വറുത്തു വെച്ചതാ. അല്ല പറഞ്ഞോളി, കക്ഷിയോടെ? ആ, അപ്പൊ അതറിയാനാ വന്നത്. ഞാൻ ചുമ്മാ അങ്ങനെ കറങ്ങി വന്നപ്പോ അങ്ങനെ അദ്ദേഹം നീരാട്ട് തുടങ്ങി തോന്നുന്നു. രാജി, രാജി, എന്താ? തുറന്നേ. എന്തിനാ? ആ, തുറക്ക്. എന്താണ് പറയാൻ? ഒരു കാര്യമുണ്ട്, തുറക്ക്. ഞാൻ കുളി കഴിഞ്ഞിട്ടില്ല. അതൊന്നും സാരമില്ലെന്ന് തുറക്ക്. അമ്മാവനെ. അമ്മാവൻ? ആ, അമ്മാവന്റെ കാര്യം കുറച്ച് കുഴപ്പ. തുറക്ക്, പറയാം. ഇല്ല ഇല്ല, ആവുന്നേ ഉള്ളൂ. ആ, ഒന്ന് വേഗം ആട്ടെ. വെള്ളം ചൂടാറുവേ. പിന്നെ ഉണ്ണി അന്വേഷിക്കണുണ്ടു. വിലസനേച്ചി ഒരു ഉപകാരം ചെയ്യോ? എന്താ? ആ, അകത്തിരിക്കുന്ന സർപ്പം എടുത്തു തരുമോ? എവിടെയാ ഇരിക്കണേ? ആ, അലമാരയുടെ മുകളിൽ കാണും. ആ,
എന്ത് കണ്ടുപിടി? ഇവിടെ വാടി ഇവിടെ. നിക്കവിടെ. നിക്കാൻ. ഇന്ന് ഞാൻ എന്റെ മാളുവമ്മേ. ഒരു സ്വസ്ഥത ഇല്ലെന്ന് വെച്ചാ ശയന പ്രദക്ഷിണം, അത് കഴിഞ്ഞപ്പോ ഒരു ഷഷ്ടി പൂർത്തി, ഓരോ കുരിശുകളെ. അതിനിടയ്ക്ക് കുറെ ബന്ധുക്കളും വന്നു കൂടിയിട്ടുണ്ട്. എഴുന്നള്ളത്ത് ഇത്രയും കൊണ്ട് തീർന്നോ അല്ല ഇനിയുണ്ടോ ആവോ? എന്നാ ഈ വന്ന് കേറുന്നവർക്കെങ്കിലും ഒരു കോമൺ സെൻസ് വേണ്ടേ? അതുമില്ല. ഒരു വീടാവുമ്പോ ഇങ്ങനെയൊക്കെ അല്ലേ ഉണ്ണേട്ടാ? ഇങ്ങനെയൊന്നും അല്ല. ഇത് ഇവിടുത്തെ മാത്രം ഒരു ചിട്ടയാ, വേറെ എവിടെ ഞാനിങ്ങനെ കണ്ടിട്ടില്ല. ആകെയുള്ളത് കുറച്ചാണത് ലീവാ. അത്ര വിഷമമുള്ള ആൾക്ക് എന്നെ മോളെയും കൊണ്ടുവരുന്നല്ലോ. താനെന്നെങ്ങനെ വരാതെ? അതിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ നടക്കുന്നുണ്ട്. ഇത്തവണ പാസ്പോർട്ട് റെഡിയാക്കി വെക്കണം. 6 മാസത്തിനുള്ളിൽ ഗ്രീൻ കാർഡ് കിട്ടും. പിന്നെ വിസ അയക്കുന്നു, താനും മോളും കൂടി പറക്കുന്നു. വിട്ടത് തന്നെ. ഉണ്ണിയേട്ടന്റെ അമ്മയല്ലേ ആള്. അമ്മ അത് ഇതൊക്കെ പറയും. എത്ര നാളെന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് ഇങ്ങനെ കഴിയാ? എന്തായാലും ഞാൻ ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. ആ, നാളെ തന്നെ പോയി പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യണം. സ്വപ്നം കാണാം. ഈ ഷഷ്ടി പൂർത്തി എന്ന് പറയുമ്പോ വേണ്ടപ്പെട്ടവരൊന്നും ഒഴിവാക്കാൻ പറ്റില്ല. വേണ്ടപ്പെട്ടവരെയൊക്കെ വിളിച്ചിട്ടുണ്ട്. എന്താ? രാജയുടെ അച്ഛനെ വിളിച്ചിട്ടില്ലെന്ന്. വേണ്ടപ്പെട്ടവരെയൊക്കെ വിളിച്ചിട്ടുണ്ടെന്നാ പറഞ്ഞത്. അതല്ല സരസ്വതി, ഇനിയിപ്പൊ പഴയ അത് വിരോധം. മാത്രം ഓപ്പ പറയണ്ട. അവിടെ ആങ്ങളെ കെട്ടിക്കൊണ്ട് വന്നത് ആരെയാ? ഒരു നസ്രാണിച്ച്. എന്നിട്ട് ആ കാർന്നൂർ 2 കൈ നീട്ട് സ്വീകരിക്കാനും. എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിക്കണ്ട കേട്ടാ. ആ കുടുംബത്തിൽ നിന്ന് ഒരുത്തി ഇവിടെ കയറ്റിയത് തൃപ്തി ഉണ്ടായിട്ടൊന്നുമല്ല. എന്റെ മോൻ കുരുങ്ങി പോയില്ലേ, ഇനിയിപ്പോ ഉപേക്ഷിക്കാൻ പറ്റുമോ? അത് അതോടെ മതി. അതിനപ്പുറത്തുള്ള ലോഹ്യൊന്നും വേണ്ട. ആ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ നിന്നെ അന്വേഷിച്ച് നടക്കായിരുന്നു. ഈ പന്തല് പണിക്കാരുടെ തട്ടും മുട്ടും കാരണം കിടക്കാൻ ഒരിടയില്ലാണ്ടായി. എന്താ ഉണ്ണിയെ, നിന്റെ അമ്മ ഇവിടെ കൊതുകിനെ വളർത്തുണ്ടോ? ഉറങ്ങാറായോ ഉണ്ണിക്ക്? ഞാൻ കിടക്കാനുള്ള ഉറങ്ങാറാവുമ്പോ പറഞ്ഞോളൂട്ടോ. എന്തോ ഞാൻ പറയണെന്ന് ആലോചിച്ചല്ലോ. ആ, നീ വന്ന വിവരം ഞാൻ എങ്ങനെ അറിഞ്ഞു എന്ന്? അതൊരു വലിയ കഥയാ. നീ നമ്മുടെ കിഴക്കേടത്തെ കാർത്തേനിയമ്മയുടെ മകൻ ഗോപാലൻ അറിയൂ? മനസ്സിലായി. കാലിന് കുറച്ച് സുഖമില്ലാത്ത. അത് ഭാസ്കരൻ. അവന്റെ കഥ ഞാൻ വേറെ പറയാം. അവൻ ഒരു വേൽത്തിപ്പെണ്ണായിട്ട് ചില കാര്യങ്ങളും അതും മറ്റതും മറിച്ചതും ഒക്കെ, അതൊക്കെ ഞാൻ എല്ലാവരും ഉറങ്ങിയതിനു ശേഷം പറയാം. ഇത് ഭാസ്കരന്റെ അനിയൻ ഗോപാലൻ. ഓ, ഞാൻ അറിയും. നീ അറിയൂ അവനെ? അവനൊരു കളിപ്പേരുണ്ടല്ലോ. നല്ല ഉറക്കം തൂങ്ങിട്ട് പോയി ഞാൻ. ഉറക്കം തൂങ്ങി. അത് അവന്റെ അനിയൻ. ഇത് ഗോലി. അവൻ ഇങ്ങനെ ഉരുണ്ടാണല്ലോ നടക്കണേ. ഈ ഗോപാലൻ അവന്റെ അളിയനെ ദുബായിക്ക് പ്ലെയിൻ കയറ്റാൻ തിരുവനന്തപുരത്ത് പോയി. തിരിച്ചു വന്ന് ബസ് ഇറങ്ങിയപ്പോഴാ അവൻ എന്നെ കണ്ടതും അവൻ എന്റെ നേരെ ഇങ്ങനൊരു വരവാ. ഈ ഗോലി എന്തിനാ എന്റെ മെക്കിട്ടേക്ക് ഇങ്ങനെ ഉരുണ്ടു വരണേന്ന് ഞാനും വിചാരിച്ചു. ഞാനും അവനും തമ്മിൽ ഏതാണ്ട് ഇങ്ങനെ എത്ര അടി ഉണ്ടാവും? 2 അടി കാണും. അല്ല, 3 അടിയുണ്ട്. സ്വിച്ചിട്ട പോലെ അവിടെ നിന്ന്. ഇവന്റെ നിൽപ്പ് കണ്ടപ്പോ ഞാനൊന്ന് അന്താളിച്ചു. എന്താ ഗോപാല ഉണ്ടായേന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ അവൻ പറയാ, തിരുവനന്തപുരത്ത് വെച്ച് അവന്റെ അളിയനെ ദുബായിക്ക് വണ്ടി കയറ്റാൻ ചെന്നപ്പോ എയർപോർട്ടിൽ വെച്ച് ഉണ്ണി വന്നു എന്ന് അറിഞ്ഞുത്രേ. അങ്ങനെയാ നീ വന്നു എന്ന് ഞാൻ അറിഞ്ഞത്. അല്ല, എനിക്കൊരു പ്ലാനൊക്കെ ഉണ്ട്. മൂത്ത മകൻ ചന്ദ്രശേഖരനെ 1 മാസം തടിയുടെ പോലെ ഇരുത്തിയിട്ട് അമേരിക്ക, കാനഡ ഇങ്ങനെയുള്ള പുണ്യസ്ഥലങ്ങളൊക്കെ ഒന്ന് സന്ദർശിക്കണം. അടുത്ത് കിടന്നിടൂ അമ്മാവാ. അമ്മാവാ, ഷീറ്റോടെ വലിച്ചെടുത്ത് കാട്ടിലേക്ക് കളയും ഞാൻ. ഈ വീട്ടിലൊരു സ്വസ്ഥതയില്ല. അവിടെ കിടന്നു. രാഘവട്ടം കണ്ടോ?
ഇന്നൊരു 4 അടിച്ചിട്ട് ഞാനൊന്ന് പെരുമാറാൻ പോവാ. ആ വന്നിട്ടേ ദിവസം 3 മനുഷ്യനിവിടെ പ്രാന്തെടുത്തു തുടങ്ങി. ഒരു പെങ്ങളുള്ളത് ഇരുട്ടാവുമ്പോ അളിയനെയും കൂട്ടി മുറി കയറി കഥ അടയ്ക്കും. അമ്മയുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ. വരുന്നവർക്ക് മുഴുവൻ ചേക്കറ ഞങ്ങളുടെ ആ കൊച്ചുമുറി. സാധാരണ മക്കള് ലീവി വരുമ്പോ മറ്റുള്ളവർ ഒഴിഞ്ഞു കൊടുക്കും. ഇവിടെ അതല്ല, സ്നേഹിച്ച് കൊല്ലുകയല്ലേ. എന്റെ ബലമായ സംശയം ഇനി ആരെങ്കിലും വന്നാൽ എന്നെ ഉണ്ണിയെ ഇറക്കി തൊഴുത്തി കിടത്തുവെന്ന. ഓ പിന്നെ ഇറങ്ങി കിടക്കാം. ഇനി ഇങ്ങ് വരട്ടെ. സ്വയംഭം സാധനം. ഒരു കുപ്പിയെ കൊണ്ടുവന്നുള്ളൂ. ഇല്ല, ഒരു കപ്പിൽ നിറച്ച് പുറകെ വന്നിട്ട്. അല്ല ഇതാരാ ഇത്? ആ ഇത് പിന്നെ ഈ തേനാണ്. ഇത്തിരി തരുമോ? ഓ അയ്യോ വേണ്ട, ഇത്തിരി അറിഞ്ഞിരിക്കട്ടെ. തേനില്ലല്ലോ. അച്ഛൻ ഇന്നലെ കുടിച്ചല്ല. അത് ശരി. മാളൂട്ടി ഇത് ആരോടും പറയരുതേ. ഇല്ല മോൾക്കച്ഛൻ മിഠായി, ബിസ്ക്കറ്റ്, ചോക്ലേറ്റ് ഒക്കെ വാങ്ങിത്തരും. പറയോ? ഇല്ല. അച്ഛന്റെ മോള് തന്നെ.